ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. ഓക്കെ, ഞാൻ ഇന്നലെ എൻ്റെ റീഡിങ്ങിൻ്റെ താഴെ ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്നും റീഡിങ്ങിൻ്റെ താഴെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. ഫുൾ മൂൺ വീഡിയോസ് എടുത്ത് കാണാം. അതിൽ പറയുന്ന ചില റിച്വൽസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എനർജി ക്ലെൻസ് ചെയ്യുന്നത് നല്ലതാണ്. ഇമോഷൻസ് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മളെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഒന്ന് അതെടുത്ത് കാണാം. ലിങ്കിൽ നോക്കിയിട്ട് കുറേ വീഡിയോസ് ഉണ്ട്, 2-3 ഉണ്ടാവും. കുറച്ചെണ്ണം പറ്റുന്നതൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഓട്ടിച്ചെങ്കിലും ഒന്ന് കാണാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളതിനനുസരിച്ച് കേട്ടാൽ മതി അല്ലേ. ഓക്കെ, നമുക്കിന്ന് ഇന്നത്തെ എനർജി നോക്കാം. ഫുൾ മൂണിൻ്റെ എനർജി നോക്കാം നമുക്ക്. നിങ്ങളുടെ ലൈഫിൽ ഫുൾ മൂൺ എനർജി നിങ്ങളുടെ എനർജി എങ്ങനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഇന്നത്തെ ദിവസം എന്ന് നോക്കാം. ഓക്കെ, ഫുൾ മൂൺ എനർജി നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എന്താണ് സംഭവിക്കാൻ സാധ്യത, എന്താണ് ഇന്നത്തെ എനർജി നിങ്ങളുടെ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പേജ് ഓഫ് കപ്സ് ആണ്, ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, പേജ് ഓഫ് സോർഡ്സ് ആണ്ടത്. ഓക്കെ, 3 ഓഫ് പെൻറ്റിക്കിൾസ്, Ace of Pentacles, 2 of Cups, Strength, Queen of Swords, 10 of Wands, and the Fool card. Okay, and 6 of Cups ഉണ്ട് ഇവിടെ. Ace of Wands. ഒരുപാട് പീപ്പിൾ എനർജി വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ നിങ്ങളുടെ എനർജി നോക്കുന്നതുകൊണ്ട് ഓക്കെ, ഇവിടെ പേജ് ഓഫ് കപ്സ് ആദ്യം തന്നെ കാണുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് പറയുമ്പോൾ ഒരു ഇമോഷണൽ ഓഫറിൻ്റെ കാര്യമാണ്. ഓക്കെ, ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമോഷണൽ ഓഫർ നിങ്ങൾക്ക് വരുന്നു എന്ന് പറയാം. അത് ജോലി കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം. കാരണം ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. സോ ഒരു ജോലിയുടെ ഓഫർ ആവാം ചിലവർക്ക്. പക്ഷെ കൂടുതലും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു പേഴ്സണിൽ നിന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേഴ്സൺ, ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഓഫർ കൊടുക്കുന്നതായിരിക്കാം. നിങ്ങൾ ആരോടെങ്കിലും ഇന്ന് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് ഇന്നത്തെ റീഡിങ് ഫീൽ ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ് ഒരു കൂടുതലും കരിയർ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നില്ല. ഇത് മേ ബി ഇന്നത്തെ ഫുൾ മൂണിൻ്റെ എഫക്റ്റ് ഒക്കെ ആയിരിക്കാം. കാരണം നമ്മൾ ഇമോഷണലാണ് ആവുക. അപ്പോൾ ഇമോഷണൽ ആവുന്ന സമയത്ത് നമ്മളുടെ ഇമോഷണൽ കാര്യങ്ങളാണ് കൂടുതൽ കാണുക. സോ ഇന്നത്തെ മേ ബി എനർജിയുടെ അങ്ങനെ ആയിരിക്കാം. എനിക്ക് ഇവിടെ കരിയർ ഫോക്കസ് അല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലവർക്ക് യെസ് പെൻറ്റിക്കിൾസ് ഉണ്ട്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. പക്ഷേ ചിലവർക്ക് ഒരു കരിയർ ഓഫറിൻ്റെ കാര്യം വന്നതിനെ കുറിച്ച് ആയിരിക്കാം. പക്ഷെ മോസ്റ്റ്ലി ഇവിടെ പലർക്കും എനിക്ക് കാണുന്നത് നിങ്ങൾ ആരോടെങ്കിലും ഇന്ന് നിങ്ങളുടെ ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ ഓവർ ഇമോഷണലായിട്ട് ഓക്കെ നിങ്ങൾ തുറന്നു പറയണം നിങ്ങളുടെ ഫീലിങ്സ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അതിപ്പോൾ ഒരു പുതിയ പേഴ്സൺ ആവണമെന്നില്ല, പഴയ പേഴ്സൺ ആയാലും, അതായത് ഓൾറെഡി നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തി ആയാൽ പോലും മേ ബി നിങ്ങൾ അവരോട് ഇന്ന് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് ഒരു നമ്മൾ പറയില്ലേ ഒരു ആദ്യമൊക്കെ ഉണ്ടായിരുന്ന പോലെ ആ ഒരു എന്താ പറയുക വളരെ റൊമാൻറ്റിക് ആയിട്ട് നിങ്ങൾ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പറയും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി ലൈഫിലേക്ക് ഒരു പേഴ്സൺ ചിലപ്പോൾ ഇമോഷണലായിട്ട് അവരുടെ ഫീലിങ്സ് ഇന്ന് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, 2 തരത്തിലും പറയാം നമുക്കിന്ന്. ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഈ ഒരു കാര്യം അത് സ്റ്റേബിൾ ആണോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം. ഓക്കെ, ആ പേഴ്സൺ സ്റ്റേബിൾ ആണോ, അത് വിശ്വസിക്കാൻ പറ്റുമോ, അവരുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ ഡൗട്ട് ഉണ്ടാവാം. അതേപോലെ തന്നെ ഇപ്പോൾ കരിയറിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിലും ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഫ്രണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ തരികയാണോ എന്തെങ്കിലും ഒരു ജോലിയുടെ കാര്യത്തിൻ്റെ, നിങ്ങൾക്ക് മനസ്സിൽ ഡൗട്ട് ഉണ്ടാവാം. എന്നിട്ട് ഇത് ട്രസ്റ്റ് ചെയ്യണോ വേണ്ടേ, അവർ ശരിക്കും സഹായിക്കാനാണോ എന്ന രീതിയിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം. ഇപ്പം ജോലിയുടെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം. എന്നിട്ട് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യണോ എന്ന്. കാരണം ഇവിടെ പേജ് ഓഫ് സോർഡ്സ് ഉണ്ട്.
പേജ് ഓഫ് സോർട്സ് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സ്റ്റോക്കിങ്ങിൻ്റെ കാര്യമൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കാം, ഈ പേഴ്സണിനെ കുറിച്ച്. ഓക്കെ, അല്ലെങ്കിൽ അന്വേഷിക്കണം എന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ എടുക്കാം. നിങ്ങൾ ആ പേഴ്സണിനെ കുറിച്ച് മേ ബി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കും. ഐ തിങ്ക് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവരെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്താലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവരെ സ്റ്റേബിളായിട്ട് അവർ സ്റ്റേബിൾ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ട് മേ ബി നിങ്ങൾ അവരെ സ്റ്റോക്ക് ചെയ്ത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കാം. അതറിയാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ ഹെൽപ്പ് എടുക്കുന്നുണ്ടാവും. ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യമാണ് പറയുക. ഓക്കെ, മറ്റുള്ളവരുമായിട്ട് കൂടി ചേർന്ന് എന്തെങ്കിലും ചെയ്യുക എന്ന രീതിയിലാണ്. സോ മേ ബി നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ അവർ ജോലിയുടെ ഓഫർ തന്നാലും അതിനെക്കുറിച്ചായാലും അല്ല റിലേഷൻഷിപ്പിനെ കുറിച്ചായാലും ഐ തിങ്ക് നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ നോക്കും. നിങ്ങൾക്ക് തോന്നാം ദാറ്റ് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ അവരും നിങ്ങളെ ചിലപ്പോൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സ്റ്റോക്കിംഗ് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലോണം. അവരും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ തരുന്നതിന് മുമ്പ് മേ ബി അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങളെന്താ ചെയ്യുന്നത് നോക്കുന്നുണ്ടാവും. ഓക്കെ, കാരണം അവർക്ക് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. അപ്പോൾ അതുകൊണ്ട് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം. അങ്ങനത്തെ കാര്യങ്ങളും കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഓഫർ ഇവിടെ സ്റ്റേബിൾ ആണ്. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ ജോലി അങ്ങനത്തെ കാര്യങ്ങളിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും എന്ത് തന്നെ കാര്യത്തിലായാലും ഇവിടെ ട്രസ്റ്റ് ചെയ്യാം എന്നൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, സ്റ്റേബിൾ ആണ്. ഓക്കെ, ആൻഡ് ഓൾറെഡി നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആയിരുന്നു. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്റ്റേബിൾ പേഴ്സൺ ആണ്. നമ്മൾ ശരിക്കും അവർ കമ്മിറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അത് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഏസും ഉണ്ട്. സോ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ലൈക്ക് മുകളിലുള്ള കമ്മിറ്റ്മെൻ്റ് ഒരു ഇതാണ് പറയാം. സോ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിലായാലും ജോലി കരിയറിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്കതൊരു നല്ലൊരു ഓഫറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു ഫുൾ മൂൺ സമയത്ത് മേ ബി നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഫീലിങ്സ് മനസ്സിൽ വെച്ചിരുന്ന ആരെങ്കിലും, ഓക്കെ, നിങ്ങൾക്കൊരു ക്രഷ് ആയിരിക്കാം, സീക്രട്ട് അഡ്മയറർ ആയിരിക്കാം, അവരാരെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് വന്ന് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലാതെ നിങ്ങൾ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുന്നവരാണെങ്കിൽ യെസ്, നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ സഹായിച്ച് എന്തെങ്കിലും ഒരു ഓഫർ തരാം. ആൻഡ് അത് സ്റ്റേബിൾ ആണ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ 2 ഓഫ് കപ്സും ഉണ്ട്. സോ 2 ഓഫ് കപ്സ് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇതിവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് അഗൈൻ ജോലിയുടെ അതിലൊക്കെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരു പാർട്ട്ണർ ഉണ്ട് എന്ന് പറയാം. എന്ന് വെച്ചാൽ ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ആൾ തന്നെയാണ് നിങ്ങളുടെ കൂടെ. ഓക്കെ എന്നും പറയാം. നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോഴും നിങ്ങൾക്കിത് ഒരു സോൾമേറ്റ് കണക്ഷനിലേക്കാണ് ലീഡ് ചെയ്യുക. ഓക്കെ, ആ രീതിക്കാണ് എനിക്ക് കാണുന്നത്. സ്റ്റേബിൾ ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന രീതിയിലാണ് കാണുന്നത്. സോ ഇപ്പോൾ അവർ പേജ് ലെവൽ നിങ്ങൾക്ക് തോന്നാം അവർ പറയുന്നത് വളരെ മെച്യൂർ ഇല്ലാത്തൊരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അവർ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. മെച്യൂരിറ്റി ഇല്ല അവർക്ക് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഇവിടെ സ്റ്റേബിൾ ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് 2 ഓഫ് കപ്സ് സോൾമേറ്റ് കാർഡാണ്. സോ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ഫ്രണ്ട്സ് ആയിരുന്നവർ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ അവരുടെ ഫീലിങ്സ് പറയുന്നതായിരിക്കും. പക്ഷെ അത് ട്രസ്റ്റ് ചെയ്യാം. കാരണം എവിടെയോ നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ് കാണുന്നത്. ആൻഡ് സ്ട്രെങ്ത് ഉണ്ട്. ഇത് സ്ട്രോങ് ഒരു കണക്ഷൻ തന്നെയാണ് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇടയിൽ ക്വീൻ ഓഫ് സോർട്സ് ഉണ്ട്. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ആരും ഉണ്ട് ഇടയിൽ. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. മേ ബി നിങ്ങൾക്ക് മനസ്സിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് കാര്യത്തിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ മേ ബി ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവാം. എന്നിട്ട് ആ പേഴ്സണെ വിശ്വസിക്കണ്ട എന്ന് പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയുക, അവരുടെ ലൈഫിൽ ഓൾറെഡി ചിലപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഓക്കെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഓക്കെ, വേറെ കരിയറിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും ഓക്കെ, നിങ്ങൾക്ക് ഈ വരുന്ന ഓഫർ, ഓക്കെ, നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിൽ ആരെങ്കിലും സഹായിച്ചിട്ടായാലും അല്ലാതെ ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കരിയറൊക്കെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ, ഒരു പുതിയ ജോലിയുടെ തുടക്കം എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന ആരോ ഉണ്ട് എന്നും പറയാം. ഓക്കെ, അതിൽ ആരോ തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നിങ്ങളൊരു ടെൻഷനും സ്ട്രെസ്സും ഉണ്ട്, നിങ്ങൾക്ക് ബേർഡൻ കാണുന്നുണ്ട്. എനിക്ക് 10 ഓഫ് വാൻഡ്സ് ആണ്. ലേശം ടെൻഷനുള്ളതായിട്ടും കാണുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ തന്നെ അതിനെ ചിലപ്പോൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ എതിരെ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരോ ഇടയിലുണ്ട്. അതിപ്പോൾ റിലേഷൻ ആയാലും അഗെയിൻ കരിയറിൻ്റെ കാര്യത്തിലായാലും. ആൻഡ് പക്ഷേ ഇവിടെ എന്തൊക്കെ അവർ ചെയ്താലും, ആരെന്ത് തടസ്സം വരുത്തിയാലും, എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, ആൻഡ് 6 ഓഫ് കപ്സ്
അപ്പം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൂടി ആയിരിക്കാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യം, ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മേ ബി സ്റ്റേബിളായിട്ട് കുറച്ചുകൂടി നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുണ്ടോ, ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ അത് കുറച്ചുകൂടി നമ്മൾ പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ആയിരിക്കും, സോൾമേറ്റ് എന്ന് കണ്ടു ഓൾറെഡി. സോ ഇവിടെ കൂടുതലും എനിക്ക് റിലേഷൻഷിപ്പിൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം എന്ന രീതിക്ക് നമുക്ക് പറയാം. ഫുൾ മൂൺ എഫക്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഓക്കെ, അതിൻ്റെ ഇവിടെ ഏസ് ഓഫ് വോൺസും ഉണ്ട്. സോ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അതിന് ചില കാര്യങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ആരോ ഉണ്ട്. ഓക്കെ, ഫുൾ മൂൺ എനർജി എല്ലാവരെയും എഫക്ട് ചെയ്യും അല്ലേ. അപ്പോൾ എല്ലാത്തരം പോസിറ്റീവ് വരുമ്പോഴും അതിൻ്റെ ചുറ്റും നെഗറ്റീവ് കൂടി ഉണ്ടാവും. നിങ്ങളെ തമ്മിൽ ഇന്നത്തെ ദിവസം വേണമെങ്കിൽ ആരെങ്കിലും തെറ്റിക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ഈ ഒരു സംഭവം നിങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിക്കും. നിങ്ങൾ ആരെങ്കിലും ഓഫർ തന്നു, നിങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിക്കുകയാണ് എന്നൊക്കെ വിചാരിക്കുക. ആരെങ്കിലും നിങ്ങളടുത്ത് നെഗറ്റീവ് പറയാനുള്ള ചാൻസാണ്. നിങ്ങളെ തമ്മിൽ ഇന്ന് വേണമെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചാൻസാണ്. സോ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സ്ട്രെസ് വരാനുള്ള ചാൻസാണ്. മേ ബി ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് വറി ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഇത് ശരിക്കും വേണോ, വിശ്വസിക്കണോ, എന്താണ് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. അത് രണ്ട് കാര്യത്തിലും ഞാൻ പറഞ്ഞു. ഓക്കെ, ഇന്ന് റിലേഷൻഷിപ്പിൻ്റെ കാര്യമുണ്ട്, ജോലി, കരിയർ, അങ്ങനത്തെ കാര്യങ്ങളിലും ഇത് രണ്ടും ബാധകമാണ് ഇവിടെ. ഓക്കെ, ഇന്നത്തെ എനർജി ഐ തിങ്ക് ഓവറോൾ നമ്മൾ പറയുമ്പോൾ എനർജി ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്ക് വലിയ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടല്ല കാണുന്നത്. എന്താണെന്നറിയില്ല, വളരെ സ്മൂത്തായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ഓവർ തിങ്കിങ് ഉണ്ടാവാം. നിങ്ങൾ കൂടുതൽ സ്റ്റോക്കിങ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണിനെ നിങ്ങൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, ആ പേഴ്സണെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം. രണ്ടും നടക്കാം. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ട്രസ്റ്റ് വേണോ എന്നുള്ള ഒരു മനസ്സിലൊരു ഡൗട്ട് കയറും. അത് വേണം വെച്ചാൽ ആരെങ്കിലും ആ ഡൗട്ട് ഇട്ട് തരുന്നതായിരിക്കാം. കരിയർ കാര്യത്തിലായാലും നിങ്ങൾക്ക് നല്ലൊരു ഓഫർ വന്ന് നിൽക്കുമ്പോൾ വേറെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് പറയും അത് അവർ വെറുതെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് തട്ടിപ്പോവാനുള്ള ചാൻസുമാണ്. സോ വേറെ ആരെങ്കിലും ഇടയിൽ കിടന്ന് കളിക്കാനുള്ള ചാൻസാണ്. പക്ഷെ എന്ത് തന്നെ ആയാലും ശരി, യൂണിവേഴ്സ് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ട്രസ്റ്റ് വെച്ച് മുന്നോട്ട് പോവാം. ആക്ച്വലി ഇവിടെ ഒരു ഡോഗ് ഉണ്ട്. യെസ്, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്യാം. ഇന്നത്തെ ദിവസം നിങ്ങൾ മേ ബി ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇമോഷണലൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാം ലേശം. നിങ്ങൾ അങ്ങോട്ട് ആരോടെങ്കിലും എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും മേ ബി ഇന്ന് നിങ്ങൾ കുറച്ച് ഇമോഷണൽ ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ ഫീലിങ്സ് വൈസ് ഐ തിങ്ക് ഇന്നത്തെ ദിവസം കൂടുതലും എനിക്ക് ഫോക്കസ് റിലേഷൻഷിപ്സ് അങ്ങനത്തെ കാര്യത്തിലേക്കാണ് കാണുന്നത്, ഇമോഷണൽ കാര്യങ്ങളിലേക്കാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ഐ തിങ്ക് ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ സോൾമേറ്റിനെ കുറിച്ചുള്ള കൺസേൺ ആയിരിക്കാം. എന്നിട്ട് അത് ശരിക്കും ട്രസ്റ്റ് ചെയ്യണോ ഈ സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്ക് ഇന്ന് ഡൗട്ട് കയറാം. ഫുൾ മൂൺ അങ്ങനെയാണല്ലോ, നമ്മളെ എഫക്ട് ചെയ്യും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇന്ന് കൂടുതൽ ചിന്തിക്കാനൊക്കെ ഉള്ള സാധ്യതയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് യെസ്, ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾ വളരെ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിങ്ങളിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അന്വേഷിക്കാം, കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാം, മനസ്സിലാക്കാം. ഓക്കെ, എല്ലാം എടുത്തിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ എനർജി വളരെ ആക്ച്വലി ഞാൻ വിചാരിച്ചത്ര ഇന്ന് അപ്പ് ആൻഡ് ഡൗൺ അല്ല. ഓക്കെ, അപ്പം നിങ്ങൾ പക്ഷെ ഇന്നൊരു എന്താ പറയുക, ഓവർ തിങ്കിങ്ങിലേക്ക് പോകാതിരിക്കാം. ഓക്കെ, ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് കൂടുതൽ പോകാതിരിക്കാം. വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അത് കേട്ടിട്ട് വിഷമിക്കാനൊന്നും നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ഇമോഷണലി ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കേൾക്കാം. ആൻഡ് ഫുൾ മൂൺ റിച്വൽസ് ഒക്കെ ചെയ്യാം. കുറച്ച് മൈൻഡ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അവനവനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ വിചാരിച്ചത്ര ഒരു നെഗറ്റീവ് അല്ല വന്ന റീഡിങ്. ഓക്കെ, മേ ബി എൻ്റെ റീഡിങ്സ് ഓൾറെഡി കുറേ പേര് കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ കാര്യങ്ങൾ കേട്ട് ചിലപ്പോൾ ഒരു മാറ്റം വന്നതായിരിക്കാം അല്ലേ. ഓക്കെ, ഇന്നർ പീസ്, സോളിറ്റ്യൂഡ്, miracles, trust, flexibility, change, one more last, truth, opportunity. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും പുതിയത് വരുന്നു എന്നാണ്. നമ്മൾ പേജ് ഓഫ് കപ്സ് ഓൾറെഡി പറഞ്ഞു. പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ. അത് കരിയറിൻ്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്സ് അങ്ങനത്തെ കാര്യത്തിലായാലും. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നിവിടെ ഓൾറെഡി യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഇന്നർ പീസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. മറ്റുള്ളവർ എന്ത് പറയണമെന്ന് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. ഓക്കെ, പുറമേ നടക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ ഒരുപാട് ബോദർ ചെയ്യാൻ നിങ്ങൾ വിടണ്ട. ഓക്കെ, നിങ്ങളുടെ
പീസ് മൈൻഡോടെ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആക്ച്വലി ട്രൂത്ത് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ട്രൂത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ആ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടേ, എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് കാണിച്ചു തരും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ സോളിറ്റ്യൂഡ് ഉണ്ട്. സോ മേ ബി ഇന്ന് നിങ്ങൾ ലേശം ഇപ്പോൾ ഇമോഷണൽ ആണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ പേഴ്സണിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന കരിയറൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന വ്യക്തിയാണെങ്കിലും റിലേഷൻഷിപ്പിൽ ഓഫറുമായിട്ട് വരുന്ന വ്യക്തിയാണെങ്കിലും എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങൾക്ക് അവരുടെ അടുത്തൊന്നും ഇന്ന് അധികം തർക്കിക്കാനൊന്നും നിൽക്കാതിരിക്കുക. അവരോട് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ അതൊന്നും പറയാനോ ഇതാക്കാനോ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ തനിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, കാര്യങ്ങൾ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരോട് പോയി ചോദിച്ച് പിന്നെ അത് പ്രശ്നമൊന്നും ആക്കാൻ നിൽക്കണ്ട. ഓക്കെ, വിട്ടേക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ജസ്റ്റ് ട്രസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ തനിച്ചിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് പറയാൻ വന്നത്. കുറച്ച് തനിച്ചിരിക്കുക. ഓക്കെ, ആരുമായിട്ട് സംസാരിക്കാൻ അധികം പോവാതെ. മൂഡ് ശരിയല്ല എന്ന് നിങ്ങൾക്ക് മൂഡ് സ്വിങ് തോന്നുന്നുണ്ടെങ്കിൽ ആക്ച്വലി പേജ് ഓഫ് കപ്സും പേജ് ഓഫ് സോഡ്സും നേരത്തെ വന്നത്. പേജ് ഓഫ് കപ്സ് പറയുമ്പോൾ ഇമോഷണൽ ആവാന്നാണ്. പേജ് ഓഫ് സോഡ്സ് പറയുമ്പോൾ നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് ദേഷ്യം വരുന്ന ആ ഒരു മോഡലാണ് പറയാം. സോ രണ്ടും കൂടി ഇന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, മേ ബി അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക. തനിച്ചിരിക്കാൻ ശ്രമിക്കുക. ആരോടത്തും സംസാരിക്കാനൊന്നും അധികം പോകണ്ട. കാരണം പറയുന്ന വാക്കുകൾ ചിലപ്പോൾ കൈവിട്ട് പോകും. ഓക്കെ, മിറക്കിൾസ് ഉണ്ട് ഇവിടെ. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മിറക്കിൾസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഇവിടെ ഈ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നാണ്. ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ലേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. കുറച്ചൊന്ന് നിങ്ങൾ ഒരു കോംപ്രമൈസൊക്കെ വേണ്ടി വരും. പേഴ്സണുമായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ വല്ലതും ഇവിടെ സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ ലേശം കോംപ്രമൈസ് വേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുക, അങ്ങനെ പറയാം. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്ങിലെങ്കിലും നിൽക്കൂ നിങ്ങൾ. ആൻഡ് ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് കരിയർ ഓഫർ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ഓക്കെ, ചിലപ്പോൾ നിങ്ങളൊന്ന് ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലത്തെ ജോലിയല്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവേണ്ടി വരും. പക്ഷെ അത് നല്ലതാണ് നിങ്ങൾക്ക് എന്ന് ഓൾറെഡി യൂണിവേഴ്സ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ആൻഡ് ചേഞ്ച് വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു ചേഞ്ചിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ സിറ്റുവേഷനിലൊരു മാറ്റമാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ലൈക്ക് എന്താ പറയുമെന്ന്, ഇത് ജോലി കരിയറിൻ്റെയൊക്കെ കാര്യങ്ങളാണെങ്കിൽ യെസ് നിങ്ങൾക്കൊരു മാറ്റം കിട്ടുന്നു എന്ന് പറയാം. റിലേഷൻഷിപ്പ് ആണെങ്കിലും ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരുന്നവർ കുറച്ചുകൂടി സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫുള്ളായിട്ട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. എന്തായാലും ഒരു മാറ്റം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു ചെറിയ മാറ്റം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിനെ ട്രസ്റ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് പേടിക്കണ്ട. ഓക്കെ, അത് നല്ലതാണ് നിങ്ങൾക്ക് എന്ന രീതിക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആയാലും അതെല്ലാം യൂണിവേഴ്സായിട്ട് കൊണ്ടുവരുന്നതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, നല്ലത് വരും എന്തായാലും. സോ ഇന്നത്തെ ഫുൾ മൂൺ എനർജി ഇതാണ്. നമുക്ക് ചില മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ആണ്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.